ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്മിത ടാൽക്കിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്കെത്തിയ പൃഥ്വിരാജ് ചിത്രമായ ആടുജീവിതം 26 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടപ്പോൾ ചിത്രം ഒരു വലിയ വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ബെന്യാമിൻ്റെ നോവലിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച ആടുജീവിതം യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം കൂടിയാണ്. ചിത്രത്തിൻ്റെ 150 കോടി ക്രോസ് ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്തതുമാണല്ലോ. ചിത്രം 25 ദിവസങ്ങളിലെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 73,97,00,000 കളക്ഷൻ നേടി ഒരു വലിയ വിജയം തന്നെ നേടിയിരിക്കുകയാണ് ആടുജീവിതം. ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരുമ്പോൾ ചിത്രം 25 ദിവസങ്ങൾ കൊണ്ട് 151,30,00,000 കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇനി ചിത്രത്തിൻ്റെ 26-ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ നിന്നും 60,00,000 കളക്ഷനാണ് നേടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആടുജീവിതം 26 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 152 കോടിക്ക് മേലെ കളക്ഷൻ നേടിയിട്ടുണ്ട്. ചിത്രം റിലീസായി 26 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും 60,00,000 കളക്ഷൻ കിട്ടുന്നത് വളരെ മികച്ചത് തന്നെയാണ്. ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ 160 കോടിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് തോന്നുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്കെത്തിയ വർഷങ്ങൾക്ക് ശേഷം വളരെ വലിയ കളക്ഷൻ മികവോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ 12 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് 12-ാം ദിവസം 1,20,00,000 കളക്ഷൻ നേടിയിരിക്കുകയാണ്. 12 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡായി ചിത്രം 70 കോടി ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നിരുന്നാലും യാതൊരു പ്രതീക്ഷയുമില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ചിത്രം 50 കോടി വളരെ വേഗത്തിലാണ് ടച്ച് ചെയ്തത്. ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ 80-85 കോടി വരെ എത്തുമെന്നതാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിൻ്റെ ചിത്രമായി തിയേറ്ററുകളിലേക്കെത്തിയ ആവേശം തിയേറ്ററുകളിൽ 12 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 12-ാം ദിവസം 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ്. വേൾഡ് വൈഡായി ചിത്രം 95 കോടി ടച്ച് ചെയ്തിരിക്കുകയുമാണ്. ആവേശം 12 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 42 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. ചിത്രം 100 കോടി നേടും എന്നതിന് ഒരു സംശയവും വേണ്ട. ഫഹദ് ഫാസിലിൻ്റെ 100 കോടി അടിക്കുന്ന ചിത്രമായി മാറുകയാണ് ആവേശം. ഉണ്ണി മുകുന്ദൻ നായകനായ ഏപ്രിൽ 11-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ത്രില്ലർ സിനിമയാണല്ലോ ജയ് ഗണേഷ്. ചിത്രം 12 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ 1/3 പോലും കളക്ഷൻ നേടാനാവാതെ നിൽക്കുകയാണ് ജയ് ഗണേഷ്. ഞായറാഴ്ച കളക്ഷനിൽ നേരിയ വർധനവുണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ കളക്ഷൻ മികവൊന്നും തന്നെയും കാണുന്നില്ല. എന്നാൽ ഈ ആഴ്ച റിലീസായ മലയാള ചലച്ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ഒരു സിനിമ തന്നെയാണ് ജയ് ഗണേഷ്. പിന്നെ എന്തുകൊണ്ടാണ് കളക്ഷൻ ഇത്രയും താഴെ പോകുന്നത് എന്ന് വ്യക്തമല്ല. 15 കോടിയോളം ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രം ഇതുവരെയും 5 കോടി പോലും ടച്ച് ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.